ഹായ് ആൾ, വെൽക്കം ടു ടെക് പി എസ് സി. ടെക് പി എസ് സിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് നവംബർ മന്തിലോട്ടുള്ള പി എസ് സിയുടെ പുതിയ എക്സാം കലണ്ടർ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ഓവർസിയർ അല്ലെങ്കിൽ ഗ്രാഫ്സ്മാൻ ഗ്രേഡ് 3 എന്ന് പറയുന്നത്, ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ ഗ്രേഡ് 3 എന്ന് നമ്മൾ പറയാറുണ്ട്. മെക്കാനിക്കൽ വിഭാഗക്കാർക്ക് പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പൊ ആ എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ എക്സാമിന്റെ കലണ്ടർ പബ്ലിഷ് ആയി. അപ്പൊ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം വന്നു. അപ്പൊ നമുക്ക് എക്സാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 533/2025 നോട്ടിഫിക്കേഷൻ ആയിരുന്നു. 2025 കഴിഞ്ഞ വർഷം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 533/2025 ആണ് ഇതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഫേം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വരുന്ന ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റ് വരുന്നത് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് 3 ആണ് നമ്മളുടെ പോസ്റ്റിന്റെ പേര് എന്ന് പറയുന്നത്. ഇപ്പോൾ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 60,700 വരെയാണ് ഇതിന്റെ ഒരു സ്കെയിൽ ഓഫ് പേ. ഇതിൽ അടുത്തൊരു കാര്യം മെയിൻ ആയിട്ട് പറയേണ്ടത് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ആണ്. ഇതിൽ നമുക്ക് ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് 5,952 പേര് അല്ലെ. 5,952 പേരാണ് ആകെ അപ്ലൈ ചെയ്യുന്നത്. 6,000-ഓളം പേരാണ് ഇതിലാകെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, ബിലോ 6,000. അപ്പൊ അതിൽ നിന്ന് തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും കുറച്ച് പേര് കുറയും അല്ലെ. കുറച്ച് കഴിഞ്ഞ് സീരിയസ് ആയി ഇതിന് എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകളുടെ അളവ് എന്ന് പറയുന്നത് ആ നമ്പറിൽ നിന്നും വീണ്ടും കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ഒരു അപ്ലൈ ചെയ്തിട്ടുള്ള കൺഫർമേഷൻ കൊടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതിന്റെ എക്സാം ഡേറ്റ് വരുന്നത് നവംബർ 10th ആണ് കേട്ടോ. നവംബർ 10th ആണ് നമുക്ക് ഇതിന്റെ എക്സാമിന്റെ ഡേറ്റ് വരുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ, ഇപ്പൊ നമുക്ക് കൺഫർമേഷൻ പ്രൊഫൈലിൽ ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 വരെയാണ് നമുക്ക് എന്തുള്ളത്, കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നവംബറിലാണ് നമുക്ക് ഇതിന്റെ എക്സാം, സെപ്റ്റംബർ വരെ കൺഫർമേഷൻ കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്ന് വെച്ചിട്ട് നമുക്ക് പറയാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തതായിട്ട് പറയേണ്ടത് എന്താണ്, നമുക്ക് ഇതിന്റെ സിലബസ് ആണ് അല്ലെ. അപ്പൊ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സിലബസിൽ അടങ്ങിയിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് സിലബസിനെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ടോട്ടലി നമുക്കറിയാം 100 മാർക്കിനാണ് നമ്മളുടെ ഈ ഒരു എക്സാം എന്ന് വരുന്നത്. അപ്പൊ ജസ്റ്റ് ഇതിന്റെ സിലബസ് കാര്യങ്ങളൊന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് നമുക്ക് പറയാനുള്ള എന്താണ്, ഇപ്പോ ഓരോരോ ടോപ്പിക്കും അതിൽ എത്ര മാർക്ക് വരുന്നു എന്നുള്ള കാര്യമായിട്ട് മനസ്സിലാക്കാം. അപ്പൊ കാറ്റഗറി നമ്പർ 553/2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റത്തെ 10 മാർക്കിന് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. ഫസ്റ്റ് 10 മാർക്കിന് ഉൾപ്പെടുത്തിയിട്ടുള്ള ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. നമ്മൾ ഡ്രോയിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം, അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ, നമ്മൾ ഏതൊരു എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് അല്ലെ ഈ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോർമലി പറയാം എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്നുള്ള സബ്ജക്റ്റിന്റെ പേരായിട്ടാണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, അതോടൊപ്പം തന്നെ നമ്മൾ മെഷീൻ ഡ്രോയിങ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡ്രോയിങ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ അതിലെ ഫസ്റ്റ് ഭാഗമാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നാണ്. അതിനാണ് 10 മാർക്ക് അതിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സ്, എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്, അതേപോലെ ലെറ്ററിംഗ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയിൽ, പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ ആൻഡ് പ്രൊജക്ഷൻ, ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് 10 മാർക്കിന്റെ ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് 6 മാർക്കിനാണ്. അതിൽ നമുക്ക് വരുന്നത് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ ആണ്. നമുക്ക് ആ ഭാഗത്ത് നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് 6 മാർക്കിന്റെ ഭാഗങ്ങൾ വരുന്നത്, സിലബസ് വരുന്നത്. അതിൽ എന്തൊക്കെയായിരിക്കും, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് ആണ് നമ്മളുടെ ഫസ്റ്റത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂണിറ്റ്സ്, നമ്മൾ SI യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സിസ്റ്റം പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഒരെണ്ണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ സിസ്റ്റത്തിലും ഓരോന്നിനായിട്ടുള്ള ഒരു യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മെഷർമെന്റ് ഓഫ് പെരിമീറ്റർ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾസ്, പോളിഗൺസ് ആൻഡ് സർക്കിൾസ്. ട്രയാങ്കിൾസിന്റെയും പോളിഗൺസിന്റെയും സർക്കിൾസിന്റെ ഒക്കെ ഏരിയ കണ്ടെത്തുന്നതും പെരിമീറ്റർ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപോലെ തന്നെ വോളിയം ഓഫ് സോളിഡ്സ്, ഇതിൽ നിന്നാണ് 6 മാർക്കിന് അടുത്ത ഒരു പാർട്ടായിട്ട് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഓട്ടോ കാർഡ് ആണ്. ഓട്ടോ കാർഡിൽ നിന്നും 8 മാർക്സിനാണ് നമുക്ക് ഓട്ടോ കാർഡ് ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓട്ടോ കാർഡുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്, ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോ കാർഡ്. അതേമാതിരി ഓട്ടോ കാർഡിൽ ഉപയോഗിക്കുന്ന ബേസിക് കമാൻഡ്സ് ഏതൊക്കെയാണെന്നില്ല, ചില കമാൻഡുകൾ തിന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് ആ കമാൻഡ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെ
അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് പറയാറുള്ളത്. അപ്പൊ ഈ ബേസിക് കമാൻഡ്സ് കാര്യങ്ങളാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത്. ദെൻ ഡ്രോയിങ് ടൂൾ ബാർ, മോഡിഫൈങ് ടൂൾ ബാറിലുള്ള കുറച്ചധികം മോഡിഫൈങ് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ വരക്കുന്ന സമയത്ത്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് അതേ ലാസ്റ്റ്, അതേപോലെ തന്നെ പ്രിന്റിങ്ങും പ്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യമാണ് ഓട്ടോകാഡ് എന്ന് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന്റെ ഭാഗം 10 മാർക്ക് പറഞ്ഞു, ദെൻ യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ പറഞ്ഞു, നെക്സ്റ്റ് 6 മാർക്സ് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓട്ടോകാഡ് നമുക്ക് 8 മാർക്സ് വരുന്നു. ദെൻ അടുത്തെന്ന് പറയുന്നത് നാലാമത്തെ മോഡ്യൂൾ ഡെവലപ്പ് സർഫസ് ആൻഡ് ഇന്റർപ്രന്റേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ. നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസും കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഡെവലപ്പ് സർഫസ് നമുക്ക് ഈ ഓട്ടോകാഡിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഭാഗങ്ങളിൽ നിന്ന് പെട്ട ഒരു സംഭവം തന്നെയാണെന്നില്ല പറയാം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ഒരു 6 4 10 മാർക്കിന് ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ മെക്കാനിക്കലിന്റെ ഭാഗത്തോട്ട് കയറുകയാണ്. നമ്മൾ വർക്ക്ഷോപ്പും മെഷീൻ ടൂൾസും കാര്യങ്ങളും അങ്ങനെയുള്ള ഭാഗത്തോട്ട് കയറുകയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നേഴ്സ്, വെൽഡ് ആൻഡ് ലോക്കിംഗ് ഡിവൈസസ്. അപ്പൊ നമുക്ക് ഫാസ്റ്റ്നേഴ്സിന്റെ ഭാഗം, വെൽഡിങ്ങിന്റെ ഭാഗം, ലോക്കിംഗ് ഡിവൈസിന്റെ ഭാഗം 3 ഭാഗത്തും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് മൊത്തം വരുന്നത് 16 മാർക്കിനാണ് കേട്ടോ. ഈ ഒരു ഏരിയ ടോട്ടൽ വരുന്നത് അവിടെ ഒരു 6 കൊടുത്തിട്ടുണ്ട്, ഒരു 4 കൊടുത്തിട്ടുണ്ട്, വീണ്ടും ഒരു 6 കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് 16 മാർക്കിനാണ് ഈ ഒരു ഏരിയ വരുന്നത്. അപ്പൊ ഫാസ്റ്റ്നേഴ്സിൽ സ്ക്രൂസ്, ത്രെഡ്സ്, അതേമാതിരി തന്നെ സ്ക്രൂ ത്രെഡ്സുമായി ബന്ധപ്പെട്ട നോമൻക്ലേച്ചർ, അതിന്റെ ടേംസ് കാര്യങ്ങളൊക്കെ അല്ലെ. നമ്മൾ പിച്ച് സർക്കിള്, ക്രസ്റ്റ് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ അധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരിക്കുക. ദെൻ ടൈപ്സ് ഓഫ് സ്ക്രൂ ത്രെഡ്, ഡിഫറെന്റ് ആയിട്ടുള്ള സ്ക്രൂ ത്രെഡ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതിന്റെ ആംഗിൾസ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ത്രെഡിന്റെ ആംഗിൾ ഒക്കെ പറയാറുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പ്രൊപ്പോർഷൻസ് ആൻഡ് ദെയർ യൂസസ് കാര്യങ്ങൾ വരുന്നു. ത്രെഡ് ആസ് പെർ SP 46 2003 കൺവേർഷൻസ്. പിന്നെ നെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെ വരുന്ന ടൈപ്സ് ഓഫ് ബോൾട്ട്, നെറ്റ്, സ്റ്റഡ് ആൻഡ് ദെയർ പ്രൊപ്പോർഷൻ ആൻഡ് യൂസസ് കാര്യങ്ങളൊക്കെ ഫാസ്റ്റ്നേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. ഇതിന് എല്ലാത്തിനും കൂടിയിട്ട് നമുക്കൊരു 6 മാർക്സ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അടുത്തതാണ് വെൽഡിങ് വരുന്നത് അല്ലെ. വെൽഡുമായി ബന്ധപ്പെട്ടത് വെൽഡ് ജോയിന്റ്സ് എന്താണ്, അതിന്റെ ജോയിന്റ് റെപ്രസെന്റേഷൻ എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡഡ് ജോയിന്റ്സ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ വെൽഡിങ്ങിന്റെ സിംബൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതാണ് നമുക്ക് വെൽഡിന്റെ ഭാഗത്തായിട്ട് പഠിക്കാനുള്ളത്. ലോക്കിംഗ് ഡിവൈസസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, മെറ്റൽ നമ്മൾ ഇതിനെ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് ഡിവൈസസ്. അതിൽ മെഷീൻ സ്ക്രൂ എന്താണ്, ക്യാപ് സ്ക്രൂ, സെറ്റ് സ്ക്രൂസ്, അതിന്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലോക്കിംഗ് ഡിവൈസിന്റെ ഭാഗത്ത് നിന്ന് നെക്സ്റ്റ് അടുത്തായിട്ട് വരുന്നുണ്ടാകുക. പിന്നെ അടുത്തൊരു സെറ്റാണ് പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവെറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു 10 മാർക്കിന്റെ ഏരിയയാണ് പൈപ്പ് ജോയിന്റ്സും റിവെറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്നത്. പൈപ്പ് ജോയിന്റ്സും റിവെറ്റഡ് ജോയിന്റ്സും. പൈപ്പ് ജോയിന്റ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ഫിറ്റിംഗ്സ്, പൈപ്പ് ജോയിന്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ. അതോടൊപ്പം തന്നെ എക്സ്പാൻഷൻ ജോയിന്റ്, ലൂപ്പ് ആൻഡ് അതർ പൈപ്പ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഒരു 4 മാർക്കിന്റെ ഭാഗമായിട്ടുണ്ടാവും. പിന്നെ റിവെറ്റഡ് ജോയിന്റ്സ് ആണ് അടുത്തൊരു സെറ്റ് ആയിട്ട് 6 മാർക്കിന് വരുന്നത് അല്ലെ. ടൈപ്സ് ഓഫ് റിവെറ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിവെറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ യൂസും അതിന്റെ സൈസ് പ്രൊപ്പോർഷൻസും. ഇപ്പോ സാധാരണയായി ചോദിച്ചു വരുന്ന അല്ലെ ഒരു കുറെ ക്വസ്റ്റ്യൻസ് റിവെറ്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട്. സ്ട്രക്ചറൽ വർക്കിന് ഉപയോഗിക്കുന്ന റിവെറ്റ് ഏതാണ്, അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും അതിന്റെ ഒരു റിവെറ്റിന്റെ ഹെഡ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ടൈപ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും സ്പെഷ്യൽ ആയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് അടുത്ത റിവെറ്റഡ് ജോയിന്റ്സ് ആണ്. റിവെറ്റഡ് ജോയിന്റ്സിൽ നമ്മൾ ഡിഫറെന്റ് ജോയിന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ. ലാബ് ജോയിന്റ്, അതേപോലെ തന്നെ ബഡ് ജോയിന്റ്, അതിൽ തന്നെ ബട്ടിൽ തന്നെ സിംഗിൾ സ്ട്രാപ്പ്, ഡബിൾ സ്ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ സിംഗിൾ റിവെറ്റഡ് ഡബിൾ ജോയിന്റ്, ഡബിൾ റിവെറ്റഡ് ജോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും. സോ അതുമായി ബന്ധപ്പെട്ട ടൈപ്സ് ഓഫ് റിവെറ്റഡ് ജോയിന്റ്സ്, അതിന്റെ ടേംസും പ്രൊപ്പോർഷൻസും റിവെറ്റഡ് ജോയിന്റ്സിന്റെ. നമുക്ക് ഇവിടെ ഒരു അൺവിൻസ് ഫോർമുല പഠിക്കാനുണ്ട്. ഈ അൺവിൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ട ഒരു പ്ലേറ്റിന്റെ തിക്നെസ് വന്നു കഴിഞ്ഞാൽ ഏത് ഡയമീറ്ററിലുള്ള അല്ലെങ്കിൽ ഏത് സൈസിലുള്ള റിവെറ്റ് നമ്മൾ ഉപയോഗിക്കണം എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് റിവെറ്റഡ് ജോയിന്റ്സുമായി ബന്ധപ്പെട്ട് വരിക അല്ലെ. റിലേഷൻ ബിറ്റ്വീൻ റിവെറ്റ് സൈസ് ആൻഡ് തിക്നെസ് ഓഫ് പ്ലേറ്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് റിവെറ്റ് പൊസിഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ്. then അതേപോലെ തന്നെ കോസ് ഓഫ് ഫെയിലിയർ ഓഫ് റിവെറ്റഡ് ജോയിന്റ് എഫിഷ്യൻസി കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ റിവെറ്റഡ് ജോയിന്റ്സ് വരുന്നത് ഒരു 6 മാർക്കിനായിരിക്കും റിവെറ്റഡ് ജോയിന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്. നമ്മൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പവർ ട്രാൻസ്മിഷന്റെ ഏരിയ എന്ന് പറയാം സിലബസിൽ അല്ലെ. ബെൽറ്റ് ഡ്രൈവും ഗിയർ ഡ്രൈവും കാര്യങ്ങൾ. ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസ്, മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ്, സ്ലിപ്പ് ആൻഡ് ക്രീപ്പ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, ആ കാര്യങ്ങളൊക്കെ. അതേപോലെ സിമ്പിൾ എക്സസൈസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡ്, നമ്പർ ഓഫ് ബെൽറ്റ്സ് നീഡഡ് ഇൻ വി ബെൽറ്റ് ഡ്രൈവ്, വെലോസിറ്റി, പുള്ളി റേഷ്യോ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബെൽറ്റും ബെൽറ്റിന്റെ അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതിൽ സാധാരണ ചോദിക്കുന്ന സ്ലിപ്പ്, ക്രീപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ സ്റ്റാൻഡേർഡ് പുള്ളീസ്, വിഡ്ത്ത് ഓഫ് പുള്ളി ഫേസ് ഓർ വെലോസിറ്റി റേഷ്യോ, ചെയിൻ ഡ്രൈവ്, ഈ കാര്യങ്ങളൊക്കെയാണ് ബെൽറ്റ് ഡ്രൈവുമായി ബന്ധപ്പെട്ടിട്ടുള്ള
പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ നമുക്ക് വരുന്നത് പവർ ട്രാൻസ്മിഷനിലെ ബെൽറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഒരെണ്ണമാണ് നമുക്ക് എന്ത് പറയുന്നത് ഗിയർ ഡ്രൈവ് എന്ന് പറയുന്നത് അല്ലെ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, കാസ്റ്റ് ഗിയേഴ്സ് ആൻഡ് മെഷീൻഡ് ഗിയേഴ്സ്, നോളജ് ഓഫ് പ്രൊഫൈൽ ഓഫ് ഗിയേഴ്സ് എക്സെട്ര. ഈ കാര്യങ്ങളൊക്കെ ഗിയറിൽ നിന്നുള്ള ഭാഗത്തു നിന്നും ഒരു 6 മാർക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് ബെൽറ്റ് ഡ്രൈവിൽ നിന്ന് 8 മാർക്കും ഗിയർ ഡ്രൈവിൽ നിന്ന് 6 മാർക്കും അങ്ങനെയാണ് നമുക്ക് അതിന്റെ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. നെക്സ്റ്റ് അടുത്തൊരു സെറ്റ് ആണ് നമുക്ക് വരുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഹൈഡ്രോളിക് സിസ്റ്റംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ന്യൂമാറ്റിക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ അതില് ഫസ്റ്റ് ഹൈഡ്രോളിക്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒരു 6 മാർക്കിനാണ് വരുന്നത്, ന്യൂമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു 4 മാർക്കിന്. ഹൈഡ്രോളിക്സിന്റെ ഭാഗത്ത് നിന്ന് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഹൈഡ്രോളിക് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ കുറിച്ച് എന്താണെന്നുള്ള ഓവറോൾ ഐഡിയ ഉണ്ടാക്കി വെക്കുക, അതിന്റെ ഒരു കമ്പോണൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഫംഗ്ഷൻ ഓഫ് ഹൈഡ്രോളിക് ജാക്കിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അത് വെച്ചിട്ടുള്ള നമ്മളെ ഇക്വേഷൻസും പ്രോബ്ലം ചെയ്യാനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് ആക്ച്വേറ്റർ, ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ഹൈഡ്രോളിക് ആക്ച്വേറ്റേഴ്സിനെ കുറിച്ച്, അതേപോലെ തന്നെ സിമ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് DC വാൾവ്, നോൺ റിട്ടേൺ വാൾവ് ആൻഡ് ത്രോട്ടിൽ വാൾവ്. നമ്മൾ ഡയറക്ഷൻ കൺട്രോൾ വാൾവുകൾ, നോൺ റിട്ടേൺ വാൾവുകളുടെയൊക്കെ സിമ്പിൾസും കാര്യങ്ങളും ഹൈഡ്രോളിക്സിന്റെ ഫ്ലൂയിഡ് വാൾവ്സ് എന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ നോർമലി പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരു 6 മാർക്കിനായിരിക്കും ആ സെക്ഷനിൽ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് അതിന്റെ കൂടെ തന്നെയുള്ള ന്യൂമാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലെ, ന്യൂമാറ്റിക്സിന്റെ ഭാഗത്ത് നിന്ന് നോളജ് ഓഫ് ടിപ്പിക്കൽ ന്യൂമാറ്റിക് സിസ്റ്റം, FRL എന്താണ് അതിലെ എയർ സർവീസിംഗ് യൂണിറ്റ്, FRL ഫിൽറ്റർ റെഗുലേറ്റർ ആൻഡ് ലൂബ്രിക്കേറ്റർ എന്നുള്ള ഉദ്ദേശിക്കുന്ന എയർ സർവീസിംഗ് യൂണിറ്റ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റർ എന്താണ് എന്നുള്ള കാര്യങ്ങളും ആ ഒരു സെക്ഷനാണ് നമുക്ക് അടുത്തൊരു മാർക്കിന് വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തത് മെക്കാനിക്കലിന്റെ അടുത്തൊരു ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ആണ് അടുത്ത ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ലിമിറ്റ് എന്താണ്, ഫിറ്റ് എന്താണ്, ടോളറൻസ് എന്താണ്, ടോളറൻസിന്റെ ഡയമെൻഷനിങ് എങ്ങനെയാണ് അല്ലെ, അതേപോലെ തന്നെ ജോമെട്രിക്കൽ ടോളറൻസ് എന്താണ് അല്ലെ, ഇൻഡിക്കേഷൻ ഓഫ് ദി സിംബൽസ് ഓഫ് മെഷീനിങ്, ഫിനിഷിംഗ് സർഫസ് ഓൺ ഡ്രോയിങ്. അപ്പോൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഇന്റർചേഞ്ചബിൾ പാർട്സ്, ജോമെട്രിക്കൽ ടോളറൻസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ലിമിറ്റ് ഫിറ്റ് ടോളറൻസിന്റെ ഭാഗത്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിയറിംഗ്സ് ആണ്. ബിയറിംഗ്സിന്റെ ടൈപ്പും അഡ്വാൻറ്റേജസും ആണ് പഠിക്കേണ്ടത്. നോളജ് ഓഫ് ബിയറിംഗ് ഡ്യൂ ടു റെഡ്യൂസ്. ബിയറിംഗ്സ് എന്താണ്, ബിയറിംഗ്സിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അല്ലെ. ഫ്രിക്ഷൻ ബിയറിംഗിൽ നമ്മൾ റോളർ ബിയറിംഗ് കുറേ അധികം ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഫ്രിക്ഷൻ ബിയറിംഗ്, ആന്റി റോൾ ബിയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം പോലെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഒന്ന് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ അതിന്റെ ഒരു ബിയറിംഗിന്റെ ആവശ്യകത എന്താണെന്നില്ല, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചില സമയങ്ങളിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും കൊടുക്കാണ്ട്. അപ്പൊ ഒരു 8 മാർക്സോളം നമ്മുടെ ബിയറിംഗ്സിന്റെ ഭാഗത്തു നിന്നുമാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത് ഇതിന്റെ ഒരു സിലബസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളുടെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു എക്സാമിന് വരുന്നത് മെക്കാനിക്കൽ നിന്നുള്ള സിലബസ് തന്നെയാണ്. പക്ഷെ എന്നാലും വാസ്റ്റ് ആയിട്ട് ഒരു കോർ മെക്കാനിക്കലിന്റെ ഏരിയയിലോട്ടൊന്നും പോയിട്ടുള്ള സിലബസ് അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഈ സിലബസ് കാണുമ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിലബസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പൊ നമുക്ക് എക്സാമിന്റെ ഡേറ്റ് വന്നു, കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. ഇപ്പൊ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ടെക് PSCയിൽ നമ്മൾ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 3 മെക്കാനിക്കലിന് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാച്ചിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറയാം. നമുക്ക് ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഫുള്ളി റെക്കോർഡഡ് വീഡിയോ കണ്ടന്റ്സുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ആയിട്ടുള്ള സെക്ഷൻസ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഫുള്ളി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഫുൾ മോഡൽ എക്സാംസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ മെന്റർഷിപ്പോട് കൂടിയിട്ട് ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ചെയ്ത് മെന്റർഷിപ്പോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും. അപ്പൊ എക്സാമിന്റെ ഡേറ്റ് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കോഴ്സിന്റെ വാലിഡിറ്റി കിട്ടും. അപ്പൊ നമുക്ക് ഇപ്പോ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ജസ്റ്റ് 3000 രൂപേന്റെ താഴെയാണ്. 2999 രൂപയാണ് നമ്മൾ ഈ ഒരു കോഴ്സിന് ഫീ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ടെക് PSCയുടെ ആപ്പ് ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ടെക് PSCയുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കോഴ്സും കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഓണം ആയതുകൊണ്ട് ഓണത്തിന്റെ ഒരു ഓഫറും കൂടി ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. നമ്മളെ ടെക് PSCയുടെ ആപ്പിലുള്ള ഏത് കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും അതുമായി ബന്ധപ്പെട്ട് ടെക് PSCയുടെ ആപ്പിൽ ഉള്ള നിങ്ങൾക്ക് എല്ലാ കോഴ്സുകൾക്കും ഇപ്പൊ ഒരു 20% ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ഓണം ഓഫർ ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഈ ഓണം ഓഫർ ജസ്റ്റ് ഇപ്പൊ വാലിഡിറ്റി എന്ന് പറയുന്നത് ഓണം ഓഫർ തന്നെ ഓഗസ്റ്റ് 30 വരെയാണ് ഓണം ഓഫറിന്റെ ഈ ഒരു വാലിഡിറ്റി ഉള്ളത്. നിങ്ങൾ കോഴ്സ് ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കൂപ്പൺ കോഡ് അടിക്കാനുള്ള സ്ഥലത്ത് ഓണം 26 എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ മാക്സിമം നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈ കൂപ്പണും കൂടി അടിച്ചിട്ട് നിങ്ങളുടെ കോഴ്സിന്റെ
ഈ ഓഫറും കൂടി അവൈലബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തായിട്ടും ക്ലാസ്സുകൾ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ മെക്കാനിക്കൽ എക്സാംസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തെത്തി. അപ്പൊ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്